ഇത് ചെയ്തേക്കുന്നത്. അങ്ങനെ ഫ്യൂസ് അഴിച്ചിട്ട് അവിടെ ക്യാമറ ഉള്ള കാര്യം പുള്ളിക്കറിയില്ല. അത് കാരണം ആള് നല്ല സ്മാർട്ടായിട്ട് കയറി കയ്യിലിരുന്ന ടോർച്ച് വെച്ച് അവിടെ എല്ലാം ഫുൾ ചെക്കിംഗ് ഒക്കെ നടത്തി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഓരോ ഇതായിട്ട് നോക്കി വന്നപ്പോഴാണ് ഈ ക്യാമറ CCTV കാണുന്നത്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ കയ്യിലിരുന്ന ചാക്കെടുത്ത് തലയിൽ കൂടെ ഇട്ടിട്ട് ആ CCTV മറച്ചു വെച്ചു. പാചകവാതക ലഭ്യതക്കുറവ് കൊണ്ട് സംസ്ഥാനത്തെ പല ഹോട്ടലുകളും അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ ഞാനുള്ളത് ചാലയിലെ ഒരു ഹോട്ടലാണ്, VS ഹോട്ടൽ. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇവിടുത്തെ ഗ്യാസ് കുറ്റി മോഷണം പോയിരിക്കുകയാണ്. അതായത് ഹോട്ടൽ തുറക്കാൻ പലരും കഷ്ടപ്പെടുകയാണ് ഈ ഗ്യാസ് ഇല്ലാത്തതിൻ്റെ പേരിലൊക്കെ. അതിനിടയിലാണ് ഹോട്ടലിലെ ഗ്യാസ് മോഷണം പോയിട്ടുള്ളത്. നമുക്കിപ്പം ഹോട്ടൽ നടത്തിപ്പോയാൽ നമുക്കൊപ്പം ശരിയാണ്. എന്താണ് സംഭവിച്ചത് ഇവിടെ? സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ന് രാവിലെ പുലർച്ചെ ഞങ്ങൾ ഷോപ്പ് തുറക്കാൻ വേണ്ടി വന്നപ്പോഴത്തേനും ലൈറ്റ് കത്തുന്നത്, ഞങ്ങൾ സ്വിച്ച് ഇട്ടപ്പോൾ ലൈറ്റ്, കാരണം ഈ ഓപ്പൺ ചെയ്ത ഡോറ് അതേ വണ്ടി തിരിച്ച് പൂട്ടിയിട്ടാണ് കള്ളൻ പോയിരിക്കുന്നത്. അപ്പം നമ്മൾ പെട്ടെന്ന് ആരും കയറിയിട്ടുണ്ടെന്ന് വിചാരിക്കില്ലല്ലോ. അപ്പം ഞങ്ങൾ ഓപ്പൺ ചെയ്തു, കയറിയിട്ട് സ്വിച്ച് ഇട്ടപ്പോൾ ലൈറ്റ് കത്തുന്നില്ല. അപ്പം എന്താ കാര്യമെന്ന് നോക്കിയപ്പോഴത്തേനും മീറ്റർ ഓഫ് ചെയ്ത് ഫ്യൂസ് ഊരിയിട്ടേക്കുന്നത്. അത് നമുക്കവിടെ കൈ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊക്കെ എന്തായാലും നല്ല രീതിയിൽ അറിയാൻ പറ്റുന്ന ആളാണ്, ഈ കടയുടെ സ്ട്രക്ചർ കംപ്ലീറ്റ് ആയിട്ട് അറിയാൻ പറ്റുന്ന ആളാണ് ഇത് ചെയ്തേക്കുന്നത്. അങ്ങനെ ഫ്യൂസ് അഴിച്ചിട്ട് അവിടെ ക്യാമറ ഉള്ള കാര്യം പുള്ളിക്കറിയില്ല. അത് കാരണം ആള് നല്ല സ്മാർട്ടായിട്ട് കയറി കയ്യിലിരുന്ന ടോർച്ച് വെച്ച് അവിടെ എല്ലാം ഫുൾ ചെക്കിംഗ് ഒക്കെ നടത്തി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഓരോ ഇതായിട്ട് നോക്കി വന്നപ്പോഴാണ് ഈ ക്യാമറ CCTV കാണുന്നത്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ കയ്യിലിരുന്ന ചാക്കെടുത്ത് തലയിൽ കൂടെ ഇട്ടിട്ട് ആ CCTV മാറ്റി വെച്ചു. അതിൻ്റെ അവിടെ ഒരു നമുക്ക് മിക്സിയൊക്കെ വയ്ക്കുന്ന ഒരു മേശയുണ്ട്, അതിന് മേശമേലെ കയറിയിട്ട് ഈ CCTV തിരിച്ചു വെച്ചിട്ട് ഇറങ്ങി. അപ്പോൾ സിലിണ്ടറാണ് എടുത്തുകൊണ്ട് പോയെന്നുള്ളത് ഞങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ ബാക്കി രാവിലത്തെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു സിലിണ്ടർ കാണുന്നില്ല. അയ്യോ, ഫുൾ കുറ്റി കാണാനില്ലല്ലോ എന്ന് വെച്ചിട്ട് അവിടെ മൊത്തം തിരഞ്ഞു. അങ്ങനെ ഞങ്ങൾ പുറകിലത്ത് ഗേറ്റ് ഡോറ് നോക്കിയപ്പം അവിടെയും ഡോറ് തുറന്ന് കിടക്കുന്നു. അപ്പോൾ ആള് എല്ലായിടവും പോയി നോക്കിയിരിക്കുന്നു. അപ്പം പുറകിലത്തെ ഡോറ് തുറന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല. അത് തുറന്നിട്ടിട്ട് അങ്ങനെ ഇട്ടിട്ട് തിരിച്ചിറങ്ങി വന്ന് ഈ സിലിണ്ടറും എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ആളെ ഞങ്ങൾ CCTV ദൃശ്യങ്ങളിൽ കണ്ടിട്ട് ഞങ്ങൾക്ക് അറിയാവുന്ന ആളല്ല, ഇവിടെ ഒന്നും കണ്ടിട്ടില്ല, ഞങ്ങൾക്ക് പരിചയമില്ല. അപ്പോൾ ഇത് ശരിക്കും ഇതൊരു മോഷണം എന്നതിനുപരി ഇത് വ്യക്തിപരമായ ഒരു കാര്യം ചെയ്തതാണ്. കാരണം എന്താ വെച്ചാൽ തൊട്ടടുത്ത ഷോപ്പ് RK ഹാർഡ്വെയർ ഷോപ്പ് ഉടമ ഗോപദാസുമായിട്ട് വഴിയുടെ ഒരു തർക്കമുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ അയാൾ ചെയ്ത പണിയാണ്. അയാൾ കാശ് കൊടുത്ത് ആളെ വെച്ച് ചെയ്തതാണ്. കാരണം ഇതിന് മുന്നേ അയാളുടെ മക്കൾ ഞങ്ങളുടെ ക്യാമറ മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്, അത് ഫോർട്ട് സ്റ്റേഷനിലുണ്ട്. പിന്നെ അല്ലാണ്ട് അടി നടന്നിട്ടുണ്ട്, അത് ഫോർട്ട് സ്റ്റേഷനിൽ FIR ഉണ്ട്. അവരുടെ പേരിൽ തന്നെ 2-3 FIR ഫയൽ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതിനെതിരെ പരാതി രാവിലെ തന്നെ ഞാൻ ഫോർട്ട് സ്റ്റേഷനിൽ വിളിച്ചപ്പോഴത്തേനും അവിടെ നിന്ന് ഒരു SI സാറും ഒരു PC സാറും കൂടെ വന്നു. സ്പോട്ടൊക്കെ എല്ലാവരും വന്ന് ഐഡന്റിഫൈ ചെയ്തു. അപ്പോൾ വിഷ്വൽസ് എല്ലാം എടുത്ത് ഒരു റിട്ടേൺ കംപ്ലൈൻറ്റുമായിട്ട് ഫോർട്ട് സ്റ്റേഷനിൽ ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനിയും പോകണം. ഞാൻ വിഷ്വൽസ് നമ്മളിപ്പം ഇത് ഫോണിൽ എടുത്തിട്ടേ ഉള്ളൂ, അതും കൊണ്ട് പോയി കൊടുക്കണം. ഇപ്പം പല ഹോട്ടലുകളും ഈ പാചകവാതക പ്രതിസന്ധിയിലാണ്. അതിനിടയിലാണ് ഒരു കുറ്റി നഷ്ടപ്പെട്ടത്. ഈ ഒരു ഫുൾ കുറ്റി കണ്ടിട്ടാണ് ഇന്നും നാളെയും കൂടി ഓപ്പൺ ചെയ്യാം. ഞങ്ങൾക്കിവിടെ ഊണുണ്ട്, ഉച്ചയ്ക്ക് ബിരിയാണി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്നും നാളെ, അത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മുതൽ രാവിലെ ചായ മുതൽ തുടങ്ങുന്നതാണ് പരിപാടിയാണ്. അപ്പം ഉച്ചവരെയേ ഉള്ളൂ. ഉച്ച കഴിയുമ്പോൾ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഞങ്ങൾ ഹോട്ടൽ വൈൻഡപ്പ് ചെയ്യും. പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസമാണ് അടുത്ത് തുറക്കുന്നത്. അപ്പോൾ അതുവരെയുള്ളത് നമുക്ക് ചെയ്യാം. കാരണം ഇപ്പോൾ ഒത്തിരി ആൾക്കാർ പല സ്ഥലത്തും ഇല്ലയെന്ന് പറഞ്ഞിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ വരുന്നവർക്ക് എന്തെങ്കിലും കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളിപ്പം ഇത്രയും രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഊണിന് പകരം ബിരിയാണി മാത്രമാക്കിയാലും കൊടുക്കാം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ വന്ന് ഓപ്പൺ ചെയ്യുന്നത് തന്നെ. ഇപ്പോൾ രാവിലെ വന്നപ്പോൾ ഇങ്ങനെ ഇന്നും നാളെയും കൂടി ഉപയോഗിക്കാൻ വെച്ചിരുന്ന സിലിണ്ടറാണ് കള്ളം കൊണ്ടുപോയത്. അപ്പോൾ അത് കാരണം ഇനിയിപ്പം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇന്നിനിപ്പോൾ ഞങ്ങൾ ബിരിയാണി സെറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്, ഉള്ള ഗ്യാസ് വെച്ചിട്ട്. അത് കഴിഞ്ഞാൽ വൈൻഡപ്പ് ചെയ്യും. പിന്നെ നാളെ തുറക്കാൻ പറ്റത്തില്ല. നാളെ പോലെ പിന്നെ അങ്ങോട്ട് ഇനി ഗ്യാസ് വന്നാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. സ്വർണത്തിനേക്കാൾ വില ഗ്യാസിനായ സാഹചര്യം. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും പോലീസ് വേഗം തന്നെ കള്ളരെ പിടിച്ച് ഗ്യാസ് കുറ്റി തിരിച്ചിരുന്നു പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തായാലും വേഗത്തിൽ തന്നെ പോലീസ് കള്ളരെ പിടിച്ചിട്ട് ഗ്യാസ് കുറ്റി തിരിച്ച് എത്തിക്കണമെന്നൊരാവശ്യമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം വലിയ പ്രതിസന്ധി ഹോട്ടൽ മേഖല നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് നിറച്ചു വെച്ച ഒരു ഫുൾ കുറ്റി ഗ്യാസ് ഇപ്പോൾ കള്ളൻ കൊണ്ടുപോയിരിക്കുന്നത്. ക്യാമറമാൻ സനോഷിനൊപ്പം രജീഷ് നരിക്കുനി, മീഡിയ 1, തിരുവനന്തപുരം.